This was not easy. ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചരിത്ര നിമിഷമാണ്. 111 ദിവസത്തിന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് സമൂദ് പെസഷ്കിയാനും യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇടക്കാല സമാധാന ധാരണാപത്രത്തിൽ ഡിജിറ്റലി ഒപ്പുവെച്ചു. ഇതോടെ കരാർ ഉടൻ പ്രാബല്യത്തിൽ വന്നതായി ഇരു രാജ്യങ്ങളും അറിയിച്ചു. ഹോർമുസ് കടലെടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി വീണ്ടും തുറക്കാൻ ധാരണയായി. അമേരിക്ക ഇറാനെതിരായ നാവിക ഉപരോധം ഘട്ടം ഘട്ടമായി പിൻവലിക്കും. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണ ഗതാഗതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു സാധാരണ കരാറാണ്. 60 ദിവസത്തേക്കാണ് ഇതിൻ്റെ കാലാവധി വരുന്നത്. ദീർഘകാലത്തേക്കുള്ള ഒരു കരാറിൻ്റെ ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഹോർമുസ് കടലെടുക്ക് തുറന്നതിന് ശേഷം ഒറ്റ രാത്രി കൊണ്ട് $12.5 മില്യൺ എണ്ണ ഹോർമുസ് കടലെടുക്ക് വഴി കടന്നു എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുകയുണ്ടായി. ഇതോടുകൂടി ഓയിൽ പ്രൈസുകൾ ഒരിക്കൽ കൂടി സമ്മർദ്ദത്തിലായി $78 ഡോളർ പെർ ബാരൽ എന്ന നിലയിലേക്കാണ് ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ എണ്ണവില ഇങ്ങനെ ഇടിയുന്നത് ഇന്ത്യയെ പോലുള്ള ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് IOC, BPCL, HPCL, ഏവിയേഷൻ, പെയിൻറ് കമ്പനികൾക്കൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. ഇനി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ ഫോക്കസ് വരുന്നു. അത് ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വലിയ രീതിയിൽ ഗുണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവായിട്ടുള്ള വാർത്തകളും ഇന്ന് വരുന്നുണ്ട്. കാരണം ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ പ്രൈസുകൾ 2.5% വർധനവ് ജൂലൈ 1 മുതൽ വരുന്നു. കൂടാതെ ഐഫോൺ വാങ്ങാൻ ഇരിക്കുന്നവർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ആപ്പിൾ ഐഫോണുകളുടെ വില വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ മാർക്കറ്റുകളുടെ നിലവാരം നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ US ഓഹരി വിപണികളിൽ ടെക് സ്റ്റോക്കുകളിൽ ഉണ്ടായ നല്ലൊരു നേട്ടം കാരണം നാസ്ഡാക്ക് ഏകദേശം 2% നേട്ടമുണ്ടാക്കി. S&P 500 1% നേട്ടവും ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇന്നലെ US വിപണികൾ നേട്ടമുണ്ടാക്കിയത്. ഒന്ന്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഒപ്പുവെച്ചതോടെ എണ്ണവിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു. ഇത് പണപ്പെരുപ്പ ഭീഷണികൾ കുറച്ചു എന്നതാണ് ഒരു കാരണം. മറ്റൊന്ന്, സെമി കണ്ടക്ടർ ചിപ്പ് ഓഹരികൾ ശക്തമായിട്ടുള്ള ഒരു റാലി കണ്ടു. ഇത് രണ്ടുമാണ് നാസ്ഡാക്ക് 2%ൻ്റെയും S&P 500 1%ൻ്റെയും നേട്ടമുണ്ടാക്കാനുള്ള കാരണമായത്. US ഓഹരി വിപണികൾ ഇന്നലെ നല്ല നേട്ടത്തിൽ ക്ലോസ് ചെയ്തതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ വിപണിയിലും നല്ലൊരു പോസിറ്റീവ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകൾ വേണ്ട. ഇന്നലെ US-ൽ ആക്സഞ്ചർ ഏകദേശം 18% ഇടിഞ്ഞത്. ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷമാണ് സ്റ്റോക്ക് ഇത്രയധികം ഇടിഞ്ഞത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് ഏകദേശം 10% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. വിപ്രോ ഏകദേശം 4% ഇടിയുകയുണ്ടായി. മൂന്നാം പാദത്തിൽ ആക്സഞ്ചറിൻ്റെ പുതിയ ഓർഡറുകളിൽ 2% ഇടിവുണ്ടായിരിക്കുന്നു. അടുത്ത പാദത്തിലെ റവന്യൂ ഗൈഡൻസ് വിപണി പ്രതീക്ഷയായ 18.47 ബില്യണിനേക്കാൾ താഴെയായിട്ടാണ് ഉള്ളത്. ഇനി പലരുടെയും മനസ്സിലുള്ളൊരു സംശയം കൂടി ഒന്ന് പറയാം. ആക്സഞ്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമായതുകൊണ്ട് എന്തുകൊണ്ടാണ് അത് ഇന്ത്യൻ IT കമ്പനികളെ ബാധിക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. അത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഈ ആക്സഞ്ചർ, ഇൻഫോസിസ്, വിപ്രോ, TCS, HCL ടെക്നോളജീസ് എന്നിവയ്ക്ക് അമേരിക്കയിലും യൂറോപ്പിലും ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളാണ് അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ക്ലയൻറ്റുകൾ. അതായത് ആക്സഞ്ചറിൻ്റെ ബിസിനസ് കുറയുന്നു എന്ന് പറയുമ്പോൾ അതേ ക്ലയൻറ്റുകൾ IT ചിലവ് കുറയ്ക്കുന്നു എന്ന സൂചനയാണ്. അതുകൊണ്ട് ഇന്ത്യൻ IT കമ്പനികളിലും ആ ഒരു സമ്മർദ്ദം ഉണ്ടാകും എന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഇൻഫോസിസും കൂടാതെ വിപ്രോയും ADRൽ ഇടിഞ്ഞത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്, പ്രത്യേകിച്ച് ഈ കോസ്പി മാർക്കറ്റൊക്കെ സ്റ്റോക്കുകൾ കയറുന്നത് പോലെയാണ് ഈ കോസ്പി മാർക്കറ്റൊക്കെ കയറുന്നത്. ഇന്നും 3% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ്. ഇന്നലെയാണ് 9000 എന്ന മാർക്ക് കോസ്പി മാർക്കറ്റ് പിന്നിട്ടിരുന്നത്. അതിനുശേഷം പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.8% നേട്ടത്തിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,001 എന്ന നിലയിൽ.
ഏകദേശം 185 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. മറ്റൊരു വാർത്തയായിട്ട് പറയാനുള്ളത് ജൂലൈ 15 മുതൽ ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ FTA പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് എലാറ ക്യാപിറ്റൽ പറയുന്നു. UK ഇന്ത്യൻ ടെക്സ്റ്റൈൽ കയറ്റുമതിക്ക് ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കും. ഇതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് UK വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത ലഭിക്കുകയും മാർക്കറ്റ് ഷെയർ വർദ്ധിക്കാനുള്ള സാധ്യത ഉയരുകയും ചെയ്യും. ഇതുവഴി ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ SP അപ്പാരൽസ് വരുമാനത്തിൻ്റെ ഏകദേശം 50% UK നിന്നാണ്. അടുത്ത KPR മിൽസ് എന്ന കമ്പനിയാണ്. ഗാർമെൻറ്റ് വരുമാനത്തിൻ്റെ ഏകദേശം 15% UK നിന്നാണ്. ഗോകുൽദാസ് എക്സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ UK അവരുടെ സാന്നിധ്യം കൂടുതൽ വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്റ്റോക്കിനെ സംബന്ധിച്ച്. അടുത്തതായി ഇന്ത്യയുടെ ഡയറക്റ്റ് ടാക്സ് വരുമാനം സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. 2026-27 സാമ്പത്തിക വർഷത്തിൽ ജൂൺ 17 വരെ ഇന്ത്യയുടെ അറ്റപ്രത്യക്ഷ നികുതി വരുമാനം 5.21 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 14.64% വളർച്ച രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ടാക്സ് കളക്ഷനിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത്. ഗോൾഡ് നിലവാരത്തിലേക്ക് വരാം. ഗോൾഡ് പ്രൈസിൽ ഇന്നലെ സ്പോട്ട് ഗോൾഡ് 0.6% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,09,640 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഒരിക്കൽ കൂടി 2% ഇടിവിൽ $62,000 ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ കീ ഇവൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ജപ്പാനിൽ നിന്നും CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. UK നിന്നും റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും പുറത്തു വരുന്നു. കൂടാതെ നിരവധി മാർക്കറ്റുകൾക്ക് ഇന്ന് ഒരു ഹോളിഡേ ആണ്. US, ചൈന, ഹോങ്കോങ്, തായ്വാൻ തുടങ്ങിയ മാർക്കറ്റുകളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇന്നാണ് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇവൻ്റാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പ് ഇവൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നമുക്ക് നോക്കാം. അടുത്തതായി ഇനി കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ്. ആദ്യം വിപ്രോ എന്ന കമ്പനി. ആഗ്നി ഗ്ലോബൽ IT സർവീസിൽ കൂടുതൽ ഓഹരി കമ്പനി ഏറ്റെടുക്കും. 20% ഓഹരിയാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. ഇടപാട് 2026 ജൂൺ 30 പൂർത്തീകരിക്കും. മറ്റൊന്ന് HCL ടെക്നോളജീസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ചൈനയിൽ AI ഇന്നൊവേഷൻ സോൺ ആരംഭിച്ചു. ഇന്റൽ അടിസ്ഥാനമാക്കിയ AI ഉൽപ്പന്നങ്ങളും HCL ടെക്നോളജീസ് AI സൊല്യൂഷൻസും വേഗത്തിൽ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കും. മറ്റൊരു കമ്പനി ആംബർ എൻ്റർപ്രൈസസ് ഇന്ത്യയാണ്. ഒപ്പോ മൊബൈൽസ് ഇന്ത്യ നിർമ്മാണ സഹകരണം കമ്പനി പ്രഖ്യാപിച്ചു. അടുത്തത് HDFC ബാങ്ക് ആയിരുന്നു. HDFC ബാങ്കിൻ്റെ ബോർഡ് മീറ്റിംഗ് ഇന്നലെയായിരുന്നു. കെക്കി മിസ്ട്രിയുടെ ഇടക്കാല പാർട്ട് ടൈം ചെയർമാൻ കാലാവധി 2026 സെപ്റ്റംബർ 18 വരെ RBI 3 മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. ഇതുകൂടാതെ HDFC ബാങ്കിൻ്റെ AGM 2026 ഓഗസ്റ്റ് 5 ആയിരിക്കും നടക്കുക. മറ്റൊരു വാർത്തയുള്ളത് ഇമേജിക്ക വേൾഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ ഭോപ്പോലി വാട്ടർ പാർക്ക് ജലക്ഷാമം കാരണം ജൂൺ 19 മുതൽ താൽക്കാലികമായി അടച്ചു. മറ്റൊരു കമ്പനി ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. 2,000 കോടി രൂപ വരെ QIP വഴി ഫണ്ട് സമാഹരിക്കാൻ ബോർഡ് അനുമതി നൽകി. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനിയാണ് മറ്റൊന്ന്. രാജേഷ് ലഹരി പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ചുമതലയേറ്റു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കമ്പനികളുടെ പേരൊന്നും തന്നെ ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇതെല്ലാം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. മറ്റുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളായിട്ടുള്ള മണി കൺട്രോൾ, ET നൗ, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ഹിന്ദു തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതുകൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതൽ പഠിപ്പിച്ചു തരുന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.